ഹലോ എവ്രി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫ്രൈഡ് മോദക്കിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഗണപതി പപ്പയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മോദക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല സിമ്പിളായിട്ട് ട്രഡീഷണൽ രീതിയിൽ തന്നെ എങ്ങനെയാണ് നമ്മളൊന്ന് ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ ഏറ്റവും ആദ്യം ഞാനാണെങ്കിൽ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ നന്നായിട്ട് ഇടഞ്ഞെടുക്കണേ. നല്ല കട്ടയോ എന്തെങ്കിലും അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ട് നമ്മൾ ആദ്യം ഇടഞ്ഞെടുക്കണം. പിന്നെ ഒരു 1/4 കപ്പ് മെൽറ്റ് ചെയ്ത് നെയ്യ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1-2 നുള്ളി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നെയ്യെല്ലാം സൈഡിൽ ഒരുപോലെ ആയോ അതോ നമ്മൾ നെയ്യ് പാകത്തിനാണെന്ന് അറിയാനായിട്ട് കയ്യിൽ നമ്മളാണെങ്കിൽ ഒരു പിടി എടുത്തിങ്ങനെ നോക്കുവാണെങ്കിൽ പിടി പൊട്ടാതെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം നമ്മൾക്ക് പാകത്തിനുള്ള നെയ്യ് ആയിട്ടുണ്ടെന്ന്. അല്ലാതെ നിങ്ങളുടെ ഇതുപോലെ പൊട്ടിപ്പോൾ ഇടയ്ക്കൊന്ന് ക്രാക്ക് വീഴുന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ നമ്മളിതിങ്ങനെ ഇതുപോലെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല അതിൻ്റെ പുറത്തെ കവറില്ലേ അത് നല്ല ഖസ്തായിട്ട് നല്ല ഇതൊക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ കാരിയൊക്കെ മേടിച്ച് തിന്നുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പപ്സിൻ്റെയൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ എങ്ങനെ തോന്നും പുറമേ അതുപോലെ കിട്ടാനായിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് കുഴച്ച് ഇങ്ങനെ ഒത്തിരി വെള്ളം ഒഴിക്കല്ലേ, ടൈറ്റായിട്ട് വേണം ഡോ അതിന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കാണെങ്കിൽ ഞാൻ മാർക്കറ്റിൽ നിന്ന് ഇതുപോലെ കോയ കിട്ടും കേട്ടോ മേടിക്കാനായിട്ട്. ഇൻസ്റ്റൻറ്റ് കോയ എങ്ങനെ ഉണ്ടാക്കുന്ന അതിൻ്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് തീർച്ചയായിട്ടും കണ്ടു നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇതുണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കിട്ടാത്തവർക്കൊക്കെ ആണെങ്കിൽ കിട്ടുന്നവരൊക്കെ ആണെങ്കിൽ മേടിക്കാമല്ലോ പുറത്തുനിന്ന് സുഖമായിട്ട്. കിട്ടാത്തവരുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മാർക്കറ്റിൽ നമുക്ക് ഇതുപോലെ മേടിക്കാൻ കിട്ടും ഇവിടെ. അപ്പോൾ അത് നമുക്ക് പാനിലിട്ടൊന്ന് അതിൻ്റെ എക്സ്ട്രാ മോയ്സ്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്കാണെങ്കിൽ ഒരു 1/2 കപ്പാണെങ്കിൽ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ആണെങ്കിൽ ഇവിടെ കൊപ്രപ്പൊടി ഇതുപോലെ മാർക്കറ്റിൽ ചിരകെ കിട്ടും കേട്ടോ. അപ്പോൾ അതും ഒരു 1/2 കപ്പ് ഞാൻ ഇട്ട് കൊടുത്തു. രണ്ടും 1/2 കപ്പ് ഇത് വേണേ ഇട്ട് കൊടുക്കാനായിട്ട്. ഇതുപോലെ നിങ്ങളുടെ കൊപ്ര അഥവാ നമുക്ക് ഇങ്ങനെ റെഡിമെയ്ഡ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ നോർമൽ കൊപ്രയില്ലേ അതാണെങ്കിൽ ചിരകി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിനകത്താണ് ഡ്രൈ ഫ്രൂട്ട്സ്, അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, പിന്നെ റൈസൻസ് ഇത്ര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണേ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ നമുക്ക് ഏലക്കപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ജാതിക്ക പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ സ്റ്റഫിങ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാവൊക്കെ ആണെങ്കിൽ കുഴച്ച് പാകത്തിന് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് കുഴച്ച് ഒരു ചപ്പാത്തി റോളിൽ അത്ര എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ ഗ്ലാസും കൊണ്ടോ എന്തെങ്കിലും കട്ടറും കൊണ്ടോ ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. എല്ലാം ഒരുപോലെ നമുക്ക് കിട്ടാനായിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ മുറിച്ചെടുക്കും. കനം കുറച്ചിട്ട് വേണേ പരത്തിയെടുക്കാൻ. മൈദയില്ലയോ അതുകൊണ്ട് ഇച്ചിരി കനം കുറച്ച് എത്രയും കനം കുറയ്ക്കാൻ പറ്റുമോ അത്രയും കനം കുറച്ച് വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഏറ്റവും നമുക്ക് സ്റ്റഫിങ് ഇടയ്ക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഇതുപോലെ ഓരോ വിരൽ വെച്ച് ഇങ്ങനെ ഗ്യാപ്പ് വന്നിട്ട് അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണേ. ഞാൻ 2 രീതി കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയാണ് സിമ്പിളായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ ആ രീതി ചെയ്താൽ മതി കേട്ടോ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഫുള്ളായിട്ട് കണ്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറന്നുപോലെ. അപ്പോൾ അതേ കണ്ടില്ലേ എത്ര സിമ്പിളാണ്. നമുക്കിതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അഥവാ നിങ്ങളുടെ ഒട്ടുന്നില്ല വിട്ടു പോകുന്നുണ്ട് തോന്നുവാണെങ്കിൽ ചെറുതായിട്ട് വിരലിലൊന്ന് വെള്ളമൊന്ന് തടവി കൊടുത്തതിന് ശേഷം വെള്ളം എടുത്തതിന് ശേഷം തടവി കൊടുത്താൽ മതി അതിൻ്റെ സൈഡൊക്കെ കേട്ടോ. എന്നിട്ട് ഒട്ടിച്ചെടുക്കണേ. അപ്പോൾ അതേ സെക്കൻഡായിട്ട് നമുക്ക് കാണാം. ഇതുപോലെ നമ്മളെല്ലാവരും സാരി കൊടുക്കുന്നവരാണല്ലോ അല്ലേ. അപ്പോൾ സാരിയുടെ പ്ലേറ്റ് നമ്മൾ എങ്ങനെ എടുക്കുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ പ്ലേറ്റ് എടുത്തെടുത്ത് ഇതുപോലെ ഒട്ടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. നല്ല സിമ്പിൾ. നമുക്ക് ഏത് രീതിയിലാണ് പറ്റുന്നത് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ 2 രീതി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഈ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നില്ല. അപ്പോൾ നന്നായിട്ട് ഇതിനകത്ത് സ്റ്റഫിങ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കാം. അത് നമുക്ക് വെച്ച് കൊടുക്കാം. സ്റ്റഫിങ് നല്ലതായിട്ട് വെച്ച് കൊടുക്കണേ. അപ്പോൾ എന്നാലേ കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നന്നായിട്ട് നിറച്ച്. പിന്നെ ആണെങ്കിൽ അരിവിനൊക്കെ നമുക്ക് ഒട്ടിക്കേണ്ടില്ലേ ആ ഭാഗത്തൊന്നും വരാൻ പാടില്ല കേട്ടോ. അല്ലെങ്കിൽ എണ്ണയിലോട്ടൊക്കെ ഇടുമ്പോഴാണെങ്കിൽ ചിലപ്പോൾ വിട്ടു പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നന്നായിട്ട് അകത്തൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് എണ്ണയൊക്കെ ചൂടായി കഴിയുമ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ ഇന്നിങ്ങനെ ബേക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചിരുന്നു. എല്ലാവരും ഫ്രൈ ചെയ്യുന്നതൊക്കെ എല്ലാവരും കാണിക്കുന്നുണ്ടല്ലോ. ബേക്ക് ചെയ്യുന്ന ആരും അങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ബേക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ 180 ഡിഗ്രി ഞാൻ പിന്നെ ഓവനാണെങ്കിൽ 10 മിനിറ്റിലേക്ക് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 180 ഡിഗ്രിയിൽ തന്നെ 25 മിനിറ്റിന് വേണ്ടി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ നമുക്കാണെങ്കിൽ ഇത് കടായിലൊക്കെ എങ്ങനെ കേക്ക് ബേക്ക് ചെയ്യുന്നത് നേരത്തെയൊക്കെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലാണെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാം. അല്ല അതൊന്നുമല്ല നമുക്ക് കടായിലേക്ക് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മോദക്ക് റെഡി ആയിട്ടുണ്ട്. ഗണപതി പപ്പായ്ക്ക് പ്രസാദത്തിനും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്. ഗണപതി ബപ്പ മോരിയ.